കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റിയ കണ്ടീഷൻ എന്റെ അച്ഛന് പറ്റിയ മരുമോൻ തന്നെ. ഭവിയേട്ടാ, ഭവിയേട്ടാ, എന്തൊരു ഉറക്ക ഇത്. ഭവിയേട്ടാ, അച്ഛൻ എണീക്കണതിന് മുമ്പ് തിരിച്ച് ചെല്ലുകയും വേണമല്ലോ. നീ എന്താ ഇവിടെ? ഒരു കാര്യം പറയാൻ വന്നതാ. ഈ പാതിരാക്ക് എന്ത് കാര്യം പറയാൻ? മണി 9 ആയിട്ടുള്ളൂ. കഥക്ക് തുറക്കു ഭവിയേട്ടാ. എന്ത് കാര്യാലും നാളെ പറയാം. ഒടുക്കത്തെ തലവേദന. ഇതൊരു അത്യാവശ്യ കാര്യാ. എന്താ അത്യാവശ്യം? വല്ല ഗോളും പറയുന്ന കാര്യമാണോ? ഭവിയേട്ടൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാ. അതെന്ത് കാര്യ? ഒരു കാര്യം ചെയ്യ്, നീ അകത്ത് പോയി ഒരു കാപ്പി എടുത്തിട്ടോ. അയ്യോ, അതിനുള്ള സമയമൊന്നുമില്ല. അച്ഛനറിയാതെ ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് പോണം. ഓ, എനിക്കിപ്പോ ഒരു കാപ്പി തിളപ്പിച്ചെന്ന് പറഞ്ഞ് നിന്റെ അച്ഛൻ എന്ത് പറയാനാ? പറഞ്ഞാ തന്നെ ഞാൻ പറഞ്ഞോളാം. അവിടെ അടുക്കള. ഇവിടെ ആകെ അലങ്കോലായിട്ട് കിടക്കാണല്ലോ. ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചൂടെ? കുറച്ചു ദിവസം കഴിയട്ടെ. ഇനിയിപ്പോ ഇവിടെ ഒരു അടുക്കൻ ചിട്ടയൊക്കെ വരാൻ പോവാ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കായിരുന്നു. പറയാൻ പോണ എന്താന്ന് എനിക്കറിയാം. അത് ശരി. ഞാൻ ഈ കരയിൽ ചന്ദ്രനോടല്ലാതെ വേറെ ആരോടും പറയാതെ മനസ്സിൽ കൊണ്ടുനടന്ന കാര്യം നീ അറിഞ്ഞു കളഞ്ഞു. എന്നായാലും നീ അറിയാനുള്ളതല്ലേ. ഞാൻ ഈ ഷർട്ടൊന്ന് മാറിയിട്ട് ഒന്ന് എല്ലാം വിശദമായിട്ട് പറയാം. അമ്മൂനെ കാണാനില്ലെങ്കിൽ റേപ്പിട്ടേ നോക്കണ്ട. ഞങ്ങൾ ഈ ചുറ്റിക്കളിയൊക്കെ കാണാൻ തുടങ്ങിട്ട് കുറെ നാളായില്ലേ. ഒരു മാന്യനെ കല്യാണം കഴിച്ച് മര്യാദക്ക് കഴിയേണ്ട ഒരു പെൺകുട്ടിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞോ. പവിത്ര മുതലാളി, പവിത്ര മുതലാളി. എന്തുവാ? അതെ, അമ്മ ഇവിടെ വന്നിരുന്നോ? നീ അച്ഛന്റെ മാനം കളഞ്ഞല്ലോടി. എന്താ ഭായി, എന്താ കാര്യം? ഭായിയല്ല, എന്താ കാര്യം എന്ന് എനിക്ക് ഞാൻ പറഞ്ഞു തരണല്ലേ. ഇതെന്താ എല്ലാവരും കൂടെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്ന് തുടങ്ങി നിന്റെ ഏർപ്പാട്? ഓ, ഇതായിരുന്നോ? നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഏർപ്പാട് ഇവിടെ നടന്നിട്ടില്ല. ഈ കൊച്ചു ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇപ്പൊ എല്ലാവർക്കും സത്യം മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും നടന്നിട്ടില്ല. അമ്മ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇത് അമ്മുവിന്റെ ഇവിടുത്തെ ആദ്യ രാത്രിയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ആ ആദ്യ രാത്രിയല്ല, ഐ മീൻ ഫസ്റ്റ് നൈറ്റ്. നീ അങ്ങനെ കരക്കാരെ മുഴുവൻ വിഡ്ഢികളാക്കാന്ന് വിചാരിക്കണ്ട. ഇവിടെ കണ്ടിട്ടല്ലേ നീ ഇവളുടെ ആങ്ങളുടെ പേരും വെച്ച് ഫാക്ടറി തുടങ്ങിയത്? ഇവിടെ വെച്ചല്ലേ നീ ഇവിടെ സമരം നടത്തിച്ചതും അത് ഒത്തുതീർപ്പാക്കിയതും? അയ്യോ ഭായി, അത് ഞങ്ങൾ തമ്മിൽ ഇത്രയും കാലം നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ? ഞാൻ പറയുന്ന നീ ഒന്നും പറയണ്ട. ഇതൊരു പെണ്ണിന്റെ മാനത്തിന്റെ പ്രശ്നമാണ്. അയ്യോ, അതിന് ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്തസ്സായിട്ട് കെട്ടിക്കൊണ്ട് വന്ന് കൂടെ പൊറപ്പിക്കണം. അല്ലാതെ ഈ ഏർപ്പാട് ഇവിടെ നടക്കത്തില്ല. അല്ല, അതല്ല ഞാൻ പോരുത്. കൈയോടെ പിടികൂടിയിട്ട് പിന്നെ ഈ വാദം പറയാൻ വരുന്നോ? അനുജപ്പ, ഇദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് കേൾക്കട്ടെ. കണ്ടതിൽ കൂടുതൽ എന്തോ കേൾക്കാനാ? എന്റെ പൊന്നോ, അദ്ദേഹത്തിന് പറയാനൊരു അവസരം കൊടുക്കുന്നേ. പറയാനുള്ളത് ഞാൻ പറയാം. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. ഇപ്പൊ ബോധ്യായില്ലേ? ബോധ്യട്ടാ, നമുക്ക് നാളെ കാലത്ത് തന്നെ കല്യാണം നടത്തണം. അല്ലെങ്കിൽ നിങ്ങളുടെ മോക്ക ചീത്ത പേര്. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ പറഞ്ഞു തീർത്തോളാം. നിങ്ങൾക്ക് എന്താ ഇതിൽ കാര്യം? ഇത് അജയന്റെ പെങ്ങളുടെ പ്രശ്നമാണ്. ഈ കരയുടെ അഭിമാന പ്രശ്നം. കെട്ട് കഴിഞ്ഞല്ലാതെ ഇവനെ ഞാൻ അനങ്ങാൻ സമ്മതിക്കരുത്. വിളിച്ചിറക്കണ കടക്കാരെ മുഴുവൻ.